അപ്പോഴേ നിങ്ങൾ മുട്ട പപ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടോ? മുട്ട പപ്സ് അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നോക്കേ, തികച്ചും വൃത്തിഹീനമായ അന്തരീക്ഷം. പാത്രങ്ങളിലെല്ലാം തയ്യാറാക്കാനായി കരുതി വെച്ചിരിക്കുന്ന വിഭവങ്ങളുടെ മസാലക്കൂട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലത്താണത്രേ നാം കഴിക്കുന്ന ചെറുകടികൾ തയ്യാറാക്കിയിരുന്നത്. ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വാർഡ് മെമ്പർ വിജയലക്ഷ്മിയും കൂട്ടരും തൻ്റെ ഇടത്തോടെ ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞതോടെ ഒഴിവായത് വലിയ ഒരു ഭക്ഷ്യവിഷബാധയുടെ സാധ്യതയാണ്. നമുക്ക് കാണാം. നമസ്കാരം. ഞാൻ തൊട്ടടുത്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. പേര് വിജയലക്ഷ്മി. നമ്മൾ ഇപ്പം ഈ വന്ന് കയറിയപ്പം ഈ കഴിക്കുന്ന ആഹാര സാധനങ്ങളായതല്ല, ഇതിനകത്തെല്ലാം ഈച്ച പൊതിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. 2-3 ബംഗാളികളിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ, ആട്ട, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട, ബ്രെഡ്, ഇതെല്ലാം ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എണ്ണയിലാണ് ഇപ്പോൾ ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ എണ്ണയിലാണ്. ആ എണ്ണയുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് ബർഗറിനകത്ത് വെക്കാനുള്ള സാധനമായത്. ഇതൊക്കെ ഈച്ച പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ട് റേഷൻ കാർഡില്ല. ഈ ഇവിടെ കിട്ടുന്ന വേറെ പ്രത്യേകത ഡേറ്റ് ഒന്ന് നോക്കേ. നമ്മളെ വീട്ടുകളിൽ കിട്ടിയ അന്നത്തെ ദിവസം തീരും. 2023 ഡേറ്റ്. 19/3. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാം എക്സ്പയറി കഴിഞ്ഞ 2024 ഒരെണ്ണം പോലും. ഇത് നമുക്ക് ഭയങ്കര സംശയം. അപ്പൊ ഇത് ഇവിടുത്തെ സപ്ലൈക്കോ അതിന്റെ അറിഞ്ഞുകൊണ്ട് കണക്ഷൻ ചെയ്ത് അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഒരെണ്ണേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ റേഷൻ കാർഡിൽ 3 പേരുണ്ടെങ്കിൽ 3 എണ്ണ കിട്ടും. 3 കൂടുതൽ കിട്ടത്തില്ല. 2 പേരുണ്ടെങ്കിൽ 2 റേഷൻ. 1 കിലോ ആണ് ഒരാൾക്ക്. അത്ര റേഷൻ കാർഡ് ഉണ്ട്. ഇവര് വന്നിട്ട് 15 ദിവസം പറയുന്നുള്ളൂ. 15 ദിവസം പിന്നെ ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് 15 ദിവസം ആവുന്നോളും. അവര് ജോലിക്കാർ വന്നിട്ട് 15 ദിവസം. ഇത്രയും ബാക്കി പിന്നെ ഇരിപ്പുണ്ട്. അവിടെ ഇതിനകത്ത് കഴിക്കുന്ന ഫുഡ് അതിനകത്തിരുന്ന ഫുഡ് അവർ കഴിച്ചത്. അവര് വേറെ മേടിക്കുമായിരിക്കും കഴിക്കാൻ. അവര് പുറത്തുനിന്ന് ഇവിടെ കടയിൽ നിന്ന് വാങ്ങി. അവര് എന്തായാലും ഇതിനകത്തിരുന്ന അവര് കഴിക്കുന്ന ഫുഡ് അല്ല. ഞങ്ങൾ ചോദിച്ചത് ഈ ബ്രെഡ് കണ്ടോ? ഈ ബ്രെഡ് പൂത്തതല്ലയോ? പൂത്ത കേട്ടോ. ഇത് എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഇത് രണ്ടും ഉള്ളല്ലേ പൂത്തിന്റെ അടിയിലുള്ള സാധനങ്ങളല്ലേ ഇത് രണ്ടും കൊള്ളാത്ത ഉള്ളല്ലേ അതിന്റെ അടിയിലിരിക്കുന്ന സാധനങ്ങൾ. ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ കഴിക്കേണ്ട. ഇത് രണ്ടും പൂത്ത, അതിന്റെ നടുക്കിരുന്ന സാധനമാണ് ഈ ഇരിക്കുന്നത്. അതിന്റെ പൊടിയാണ് ഇത് വന്നിട്ട് ഇത് പൊടി. അതിന്റെ പൊടിയായത് ഇതെന്താ? ബ്രെഡിന്റെ പൊടിയാണ്. ഇത്രയും പൂത്ത സാധനത്തിന്റെ പൊടിയാണത്. നിങ്ങൾ ഹെൽത്തിലൊക്കെ വിവരം അറിയിച്ചോ? ഹെൽത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഹെൽത്തിന്റെ ഇൻസ്പെക്ടർമാര് വന്നിട്ടുണ്ട്. അപ്പൊ അവര് നടപടികൾ എടുത്ത് ഇപ്പൊ എന്റെ ഹെൽത്തിന്റെ പോലെ ഈ കേരളത്തില് മൊത്തത്തിലുള്ള ലോകത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം. അപ്പൊ ഇതേപോലുള്ള ലൈസൻസ്, എനിക്ക് തോന്നുന്നു ലൈസൻസ് കാണത്തില്ലായിരിക്കും. ലൈസൻസ് ഇല്ലാത്ത കടകളെല്ലാം അടച്ച് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ എന്റെ മോനെ, ഞാൻ പൊതുവെ ഇത് പറയാം, എന്റെ മോന് വൈകുന്നേരമൊക്കെ ആകുമ്പോ ഒരു കടയിൽ നിന്ന് ഒരു സ്നാക്സ് വേണം. അത് നിർബന്ധം. അപ്പൊ ഞങ്ങൾ പോകുമ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി ചിന്നക്കടയിലൊന്നും പോകാൻ പറ്റത്തില്ല. എവിടെ പോകാൻ പറ്റത്തുള്ളൂ? ഈ ചന്ദനത്തോപ്പിലോ അല്ലെങ്കിൽ ഈ കരിക്കോടോ കേരളൂരത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കടകളിലെല്ലാം കൊടുക്കുന്ന ഇവിടുന്ന് 2023 ഈ പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ എടുത്താ ഉപയോഗിക്കുന്നത്. ഇത് വേസ്റ്റ് ഇവിടെ വെച്ചേക്കുന്നത്. ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ മറ്റൊരു 10-ാം മാസം തെള്ളൊക്കെ പോകുന്നു. അതെടുത്താൽ നമ്മളെ കയ്യിലും പോകും. ഫുഡ് ഇൻസ്പെക്ടർ ബർഗർ ഗിർഗറെന്ന് പറഞ്ഞ ആളുകൾ കഴിക്കുന്ന സാധനമാണ്. നിങ്ങളിങ്ങനെ തുറന്നിട്ട് എല്ലാത്തിനകത്തും ഈച്ച അപ്പിയിട്ട് ഇത് പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇത് കഴിക്കുന്നത്. അല്ലാതെ നാണ്ടാ ഒരു ചാക്ക് ബ്രെഡ് പോയി അതിരിക്കുന്ന എവിടെ ഇതാ തിന്നുന്നത്. ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം ഈ മയോണൈസ് ഒക്കെ.
ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ചു. അപ്പൊ അവന്മാര് കടകളിലൊക്കെ മുതലാളിയുടെ നമ്പർ പേരൊക്കെ ഞാൻ അവർക്ക് അറിയത്തില്ല. അതൊന്നും ഇപ്പൊ എന്റെ കുട്ടികൾ ഉൾപ്പെടെ നിരന്തരം നമ്മള് കഴിച്ച കടയിരിക്കും. അപ്പൊ ഞാൻ ചേച്ചിയുടെ ഇവിടെ നേരത്തെ ഒരു അമ്മാവനും ചേച്ചി സുഖലത്ര താമസം. ഞാൻ പറയും ചേച്ചി അവിടെ നിന്ന് സ്മെല്ല് അടിക്കണം, നമുക്കത് കയറി നോക്കിയിട്ട് വന്നു. ഞങ്ങൾ ഇറങ്ങി ഇവരിവിടെ നിന്ന് പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. ഈച്ചയൊക്കെ ഭയങ്കര ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ്. ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ വെച്ച് വെക്കരുതെന്നാണ് പറയുന്നത്. അത് നോക്കാൻ പറ്റില്ല. ബ്രെഡിനകത്ത് ഇതൊക്കെ ഇതിനകത്ത് ചേർക്കുന്ന സാധന സാമഗ്രി ഒന്നും പൊട്ടിക്കുന്നു അകത്തോട്ടൊന്നും കയറാം. വീട്ടിൽ വേറും വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഫുഡ് ചെയ്യുന്നത്. ഇത് ആ പയ്യൻ അന്നേരം ഇത് കുഴച്ചോണ്ട് വെക്കുക. ഇതിനകത്തും എല്ലാം ഈച്ചയായിരുന്നു. ഇതിൽ ബേക്കറി എവിടെ കണ്ട് സന്നദ്ധോപ്പിനെങ്ങാണ്ട് സാരഥി ജംഗ്ഷനെങ്ങാണ്ട് ഹോട്ടലുണ്ടെന്നാ പറയുന്നത്. ഇതിനകത്ത് മുട്ട എനിക്ക് തോന്നുന്നു പിന്നെ പപ്സിന് എടുത്തു വെച്ചേക്കുന്ന മുട്ടയാന്ന് തോന്നുന്നു. ഇതിവിടെ ഇതിന്റെ മേളിൽ കിടന്നത്. ഇതിന്റെ മേളിൽ നിറച്ച് ഈച്ച. ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താ ഇത് കണ്ടോ, ഇത് എന്തോ മൈനൈസ്. ഇത് എടുത്തു വെച്ചത് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇത് ചീത്തയാവുന്ന സാധനമാണ്. ഇത് വെച്ചേക്ക് ഇനി അടുത്ത ആളുകളെ വിഷം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് ബർഗർ. ഇതിന്റെ മേളിലെല്ലാം ഇങ്ങനെ ഈച്ച പൊതിഞ്ഞിരുന്നേ. ഇത് ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിന്റെ മേളിലെല്ലാം പേപ്പർ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ടത്. ഈ പേപ്പറുകളെല്ലാം ഇതിന്റെ മേളിൽ ഇരുന്നത്. അതുകൊണ്ട് ഈ എണ്ണ ഇതുണ്ട് ചിക്കൻ റോസ്റ്റ് ചെയ്തതാന്ന് തോന്നുന്നു. ഇതിനകത്ത് എല്ലാം ഈച്ച അപ്പി ഇരുന്നേ. ഇത് ഇതിന്റെ മേളിലെല്ലാം ഈച്ച അപ്പി ഇരുന്ന് ഞാൻ വന്നതിന് ശേഷം എല്ലാത്തിനും പേപ്പർ എടുത്ത് മറച്ചിട്ടുണ്ട്. ലൈസൻസ് എടുത്തിട്ടില്ല. ഇത് കടയ്ക്ക് ലൈസൻസ് ഉണ്ടെന്ന്. ഇതിന്റെ കാറ്ററിംഗ് യൂണിറ്റിന് ലൈസൻസ് എടുത്തിട്ടില്ല. തുടങ്ങിയിട്ട് 1.5 മാസം ആയതേ ഉള്ളെന്ന്. 3 ആഴ്ച കഴിഞ്ഞതേ ഉള്ളെന്നാ പറഞ്ഞത്. മെമ്പർ ഹെൽത്തിലേക്ക് അറിയിച്ചു. ഹെൽത്തിലെ HI വന്നിട്ടുണ്ട്, JPH ഉണ്ട്, എല്ലാവരും നിൽപ്പുണ്ട്. ഇപ്പോൾ ഡോക്ടർ DMO ഇപ്പോൾ വരും. ഡോക്ടർ ഇപ്പോൾ ഇങ്ങോട്ട് വരും. ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ള ബേക്കറികളൊക്കെ ഇവിടുത്തെ ഫുഡായി ആയിരിക്കണം. അവരെവിടൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. അതൊന്നും പറഞ്ഞില്ല. അവര് ഹിന്ദിക്കാരാ. നമുക്ക് ഹിന്ദി കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കുന്നത്. നമ്മളിപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആട്ടകൾ ഇവിടെ ഉണ്ട്. അതേപോലെ ബർഗേഴ്സ്, ചിക്കൻ റോൾ അങ്ങനത്തെ സാധനങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നും തന്നെ വളരെ വളരെ മോശമായ രീതിയിൽ, അതായത് മൊത്തം ഹൗസ് ഫ്ലൈയും എല്ലാം തന്നെ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഭയങ്കര അൺഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് നോട്ടീസ് ഇന്ന് തന്നെ സെർവ് ചെയ്യാനാണ്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഒരു ഡയറക്ഷനാണ് കൊടുക്കുന്നത്. പൊതുജനാരോഗ്യ നിയമപ്രകാരം നാളെ തന്നെ ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോയും കൂടി ഇഷ്യൂ ചെയ്യുന്നതാണ്. തുടർ നടപടികൾ എന്തായാലും പഞ്ചായത്തിൽ നിന്നുണ്ടാവും. അത് മുറയ്ക്കറിയിക്കും. കിട്ടിയോ? എണ്ണയാണോ? അതെ. വെള്ളം വെള്ളിയാഴ്ചയാണോ? വെള്ളിയാണോ? ഇവരുടെ കടയിലേക്ക് സാധനം പോകുന്നത്. ഈ ഉപയോഗിക്കാത്ത സാധനത്തിനകത്ത് ഇവര് കഴിച്ചോണ്ടിരുന്ന ഫുഡ് ഇരിക്കുന്നതാ കണ്ടോ? ഇത് കഴിച്ചോണ്ടിരിക്കുന്ന ഫുഡാ. നിന്റെ ഫുഡാണോ? ഇങ്ങോട്ടൊന്ന് വരാമോ? നമ്മുടെ ITS ശ്മശാനത്തിന് ബ്രെഡ് കവർ ചെയ്തിരിക്കുന്നത്